ഇപ്പോൾ നമ്മളുള്ളത് കോട്ടയം ബോട്ട് ജെട്ടിയിലാണ്. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ബോട്ടിൽ കയറി മനോഹരമായ കായൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. സർക്കാർ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സാധാരണ ഇവിടെ ഉള്ള ആളുകൾക്ക് പാസഞ്ചേഴ്സിനുള്ള യാത്രാ ബോട്ടാണത്. ഇവിടെ നിന്ന് 29 രൂപക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാവുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്, ഈ കായലിൻ്റെ വശ്യത ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര പോകാം. കായൽ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കണമെന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചതിനാൽ ബോട്ടിൻ്റെ മുൻനിരയിലുള്ള 2 സീറ്റുകൾ ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തു. മുമ്പിലുള്ള ജനൽ തുറന്നിട്ടുണ്ട് എങ്കിൽ മുഴുവൻ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. കൃത്യം 11:00 തന്നെ ബോട്ട് പുറപ്പെട്ടു. കായൽ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു ചെറിയ ബോട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വേമ്പനാട്ട് കായൽ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള കാഴ്ച, ഈ കനാലിന് കുറുകെയുള്ള പാലങ്ങൾ, അത് ബോട്ട് വരുമ്പോൾ സൈറൻ മുഴങ്ങുന്നു, പാലങ്ങൾ ഉയർത്തപ്പെടുന്നു. അത് കയറും കപ്പിയും വെച്ചുകൊണ്ട് ഒരു വ്യക്തി വലിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 5ഓളം പാലങ്ങൾ ഉയർത്തിയിട്ടാണ് നമ്മളെ ബോട്ട് യാത്ര മുമ്പോട്ട് പോവുക. അതിൽ ആണുങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരു സ്ത്രീ, അത് പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു സ്ത്രീയും ഇത് വലിക്കുന്നുണ്ട്. ഈ ആധുനിക കാലത്ത് അത്യാധുനിക മെഷീൻസ് ഉപയോഗിച്ച് ഇങ്ങനെ പാലങ്ങൾ ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ അതിൽ നിന്നും ഭിന്നമായ ഈ കാഴ്ച പ്രത്യേകം അനുഭവം തന്നെയാണ്. നമ്മൾ ഓണം ഒക്കെയാണ്, കുട്ടികളെ അടിച്ച് തിമർക്കുകയാണ്, കുളിച്ച് ഈ ഓണം പ്രത്യേകമായി ആസ്വദിക്കുകയാണ്. നമ്മുടെ യാത്ര ഈ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ പാലങ്ങളും ഞങ്ങൾ പോകുമ്പോൾ വഴി തുറന്നുകൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ബോട്ട് പതിയെ നീങ്ങുകയാണ്. ബോട്ട് നീങ്ങുന്ന സമയത്ത് എതിർദിശയിൽ സർക്കാരിൻ്റെ മറ്റൊരു ബോട്ട് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ കാഴ്ചകളൊക്കെ കണ്ട് ജെസ്സിയും മൈനും റിയൊക്കെ, അതേപോലെ ബോട്ടിലുള്ള മുഴുവൻ യാത്രക്കാരും ആസ്വദിച്ച് മുന്നോട്ട് പോവാണ്.